സമയനിഷ്ഠയാണല്ലോ നമ്മുടെ വിഷയം. അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് പറയുന്നത്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതൊരു ഒരു കുട്ടിയായാലും ഒരു മുതിർന്ന ആളായാലും അയാളുടെ മുന്നിൽ ധനജ് പറഞ്ഞ പോലെ നെഹ്റുവിനെയോ അല്ലെങ്കിൽ പ്രഗുൺ പറഞ്ഞതുപോലെ മൻമോഹൻ സിംഗിനെയോ പോലത്തെ ഒരു മഹാൻ്റെ ഒരു ഉദാഹരണം വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ അയാളുടെ ആ ജീവിതത്തിൽ അയാൾ നിശ്ചയിച്ച ആ രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ എല്ലാ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുകയാണെങ്കിലും അത് നന്നായിട്ട് സമയം നമ്മൾ വിനിയോഗിക്കാൻ പറ്റും. അതുതന്നെയാണല്ലോ നമ്മൾ ഉദാഹരണത്തിന് സ്കൂളിൽ ടൈം ടേബിൾ തരുന്നത്. മൻമോഹൻ സിംഗും നെഹ്റുവും ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന സമയത്ത് അവരെ മാതൃകയാക്കിക്കൊണ്ട് സമയനിഷ്ഠ പാലിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവും എന്നാണ്. ഈ വിഷയത്തിൽ സ്വാമിക്ക് ഒരു ചെറിയ വസ്തുത ചേർക്കാനുള്ളത്, മറ്റുള്ളവരെ മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അവരെ അനുകരിക്കുക എന്നല്ല അർത്ഥം. ഇതൊരു ധിക്കാരായി പോകുമെന്നറിയില്ല. എങ്കിലും ഒരു മഹാത്മാഗാന്ധി നമുക്ക് ധാരാളമാണ്. നാളെ ഇനിയൊരു മഹാത്മാഗാന്ധി ഉണ്ടാവേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? മഹാത്മാഗാന്ധിയിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാം. ഇനിയൊരു മഹാത്മാഗാന്ധി വരണ്ട. ചരിത്രത്തിൽ അത് ഒന്ന് ധാരാളമാണ്. ഇതേപോലെ നമ്മൾ വേറെ ആരും ആയിത്തീരേണ്ട, പക്ഷേ അവരെ മാതൃകയാക്കാം, പ്രചോദനം ഉൾക്കൊള്ളാം. ചെയ്തു വരുമ്പോൾ നമ്മുടെ രീതിയിൽ തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വസ്തുതയും കൂടി ഇപ്പോൾ ഇവിടെ പരിമള ചൂണ്ടിക്കാണിച്ചത്, ഓരോരുത്തർക്കും കൊച്ചുകുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ മാതൃകകൾ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു പ്രചോദനം ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് പ്രചോദനം മാത്രമേ ആർജിക്കാവൂ, അല്ലാതെ അനുകരണം ജീവിതത്തിൽ സംഭവിച്ചുകൂടാ. അയാൾ ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അയാളായതുപോലെ ആവണം എന്നില്ല, അയാളായതുപോലെ ആവേണ്ട കാര്യവും ഇല്ല. മനസ്സിലായില്ലേ? പലപ്പോഴും പലരെക്കുറിച്ചും ഇങ്ങനെ പറയുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളെ പോലെയെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞതാണ് ഒരുപക്ഷെ ഗാന്ധിജിയുടെ പേരിൽ ഒരുപാട് പേര് തൊപ്പിയിട്ടിട്ട് നടക്കുന്നത് കാണാം, അല്ലേ? ഇപ്പം തൊപ്പിയിട്ടവരൊക്കെ കണ്ട ഗാന്ധിയെ പോലെ തോന്നുമെങ്കിലും ആ ഒരു ഗാന്ധിത്വം അവരിലൊന്നും കാണുന്നില്ല എന്നർത്ഥം. അതല്ല നമ്മൾ പ്രേരിപ്പിക്കേണ്ടതെന്ന് പറയുക. ഗാന്ധി ഒന്നു മതി, നെഹ്റു ഒന്നു മതി, വിവേകാനന്ദ സ്വാമികൾ ഒന്നു മതി. ഇനി നമ്മൾ നാളെ ചരിത്രം ഓർമ്മിക്കുന്ന തരത്തിലൊരു സംഭാവന കൊണ്ട് വ്യത്യസ്തരാവാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം. ഓക്കെ. പിന്നെ ടൈം ടേബിളിനെ കുറിച്ചും പറഞ്ഞു. അത് നമ്മൾ പ്ലാനിങ്ങിൽ നേരത്തെ സൂചിപ്പിച്ച വസ്തുത തന്നെയാണ്. ഇപ്പോൾ പല വലിയ വലിയ ഫങ്ഷൻസിനൊക്കെ പലരും ചീഫ് ഗസ്റ്റായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പം പലരും വളരെ ലേറ്റായിട്ടാണ് വരിക. ചിലരൊക്കെ പല കാരണങ്ങൾ കൊണ്ടാവും ലേറ്റ് ആവുന്നത്. ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും കുറച്ച് ലേറ്റ് ആവാ, എനിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നത് എനിക്കൊരു വെയിറ്റാണെന്ന് വിചാരിക്കും. അങ്ങനെ പലരും ലേറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് അവർ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ മഹാത്മാക്കളായി കഴിഞ്ഞാൽ നമ്മളെ കാത്ത് ആരും നിൽക്കാൻ ഇടവരില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാം, മറ്റുള്ളവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത്ര വലിയ വെയിറ്റൊന്നും അല്ല സാറേ എന്ന്. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് മാതൃക കാണിക്കാൻ കഴിയണം. നമ്മൾ മഹാത്മാക്കളാവാൻ കാത്തിരിക്കേണ്ട, ഇപ്പോഴേ മാതൃക കാണിക്കുക. ശരിയാണ് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്നെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു മഹത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് പേര് ഒരേ സമയത്ത് തന്നെ 4-5 പരിപാടി ഏറ്റെടുക്കാറുണ്ട്. അത് ശരിയല്ല. ഇപ്പോൾ സ്വാമി വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചില സമയത്ത് പരിപാടികൾ വളരെ അടുത്ത് വരുമ്പോൾ നമ്മുടെ സംഘാടകരോട് നേരത്തെ പറയും, അവിടെ പ്രത്യേകമായിട്ട് അനൗൺസ് ചെയ്യണം, ഇത്ര സമയം കഴിഞ്ഞേ വരുള്ളൂ. അവർക്ക് വരണം നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന പരിപാടി ഉണ്ട്, അത് ഇന്ന സമയത്ത് കഴിയും, എന്നിട്ട് ഇത്ര സമയത്ത് എത്താൻ പറ്റുള്ളൂ, അത് അനൗൺസ് ചെയ്യാൻ പറയാറുണ്ട്. കാരണം ഓഡിയൻസ് ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ ഇടവരരുത് എന്ന് പറയുക. സമയനിഷ്ഠ പാലിക്കുമ്പോൾ ഈ തരത്തിൽ ഫങ്ഷൻസിലൊക്കെ നമുക്കൊരു മേയർ ഉണ്ടായിരുന്നു. സ്വാമിക്ക് മേയറുടെ ഒപ്പമുള്ള പരിപാടി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുമായിരുന്നു. കാരണം അയാൾ കൃത്യസമയത്ത് എത്തും.
കോഴിക്കോടിൻ്റെ മേയർ മാതൃക കാണിച്ചിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ കുറച്ച് മാതൃകകൾ വരട്ടെ എന്ന് പറയും. കുറേ പ്രാവശ്യം എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ രാവിലെ എത്ര മണിക്ക് വാ, വി ക്യാൻ ഡിസ്കസ് ദിസ് വർക്ക്, ഒരുമിച്ച് ചെയ്യാം. മേ ബി അവർക്കായിരിക്കാം. അപ്പോൾ അവർ ദേ കം ലേറ്റ്. അപ്പോൾ അങ്ങനെ ഈ കൊല്ലത്തിൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പർട്ടിക്കുലർ ഫ്രണ്ട് 5-6 വർഷം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൗ ഐ കാൺ ട്രസ്റ്റ് ഹർ. അവൾ ഇനി പറഞ്ഞാൽ അവൾ അങ്ങനെ ടൈമിൽ വരുമോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല അവളെ. അങ്ങനെ അവളെ സഹായിക്കാനായിട്ടായിരുന്നു ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞത്, നീ ഇത്ര സമയത്ത് വാ. അപ്പോൾ പക്ഷെ അവളങ്ങനെ ചെയ്തില്ല. സോ നൗ ഐ കാൺ ട്രസ്റ്റ്. ആൻഡ് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ ചീഫ് ഗസ്റ്റൊക്കെ ലേറ്റായി വരുന്നത് ഇറ്റ്സ് നോട്ട് എ വെയിറ്റ്, ഇറ്റ്സ് എ ഡിസ്ഗ്രേസ്. ഒരു നാണക്കേടാണ് അവരുടെ ക്യാരക്ടറിന് മേലെ. ഇതാണ്. ആൻഡ് ടൈം മാനേജ്മെൻറ്റിൻ്റെ റിസൾട്ട് ഇഫ് വി ഹാവ് അറ്റൈൻഡ്, ഞങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ അതൊക്കെ വി ഹാവ് അവിടെ ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ വേറൊരാളുടെ ടൈമിന് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ടൈമെന്ന് പറയുന്നത് എൻ്റേത് മാത്രമല്ല, ബാക്കി എല്ലാവർക്കും ഉള്ളത് ടൈം. അപ്പോൾ അവരുടെ ടൈമിന് റെസ്പെക്റ്റ് കൊടുക്കണം. അല്ലാണ്ട് നമ്മുടെ ടൈം എനിക്ക് വേണം, എനിക്ക് മെയിൻലി സെൽഫിഷാണ്. അപ്പോൾ സെൽഫിഷ് ആവരുത്. ടൈം എന്ന് പറയുമ്പം ഇഫ് യു സേ യു ആർ ഗോയിങ് ടു കം അറ്റ് എ പർട്ടിക്കുലർ ടൈം, യു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറെ ആൾക്കാർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, നിങ്ങളുടെ മേലെ ട്രസ്റ്റ് വരും അവർക്ക്. റൈറ്റ്. ഇപ്പം ഇവിടെ പുതുതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വസ്തുത വളരെ ശ്രദ്ധേയമാണ്. നാം സമയത്തിന് നൽകുന്ന ആദരവ് നമ്മുടെ ക്രെഡിബിലിറ്റി അത് വളർത്തും. മറ്റൊന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു ആശയമാണ്. നാം നമ്മുടെ സമയത്തിന് വില കൽപ്പിക്കുമ്പോൾ, അതായത് നമ്മുടെ സമയവിനിയോഗക്രമത്തിൽ നമ്മൾ വളരെ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സമയത്തിന് നമ്മൾ ആദരവ് കൊടുക്കുന്നതിലൂടെ ആയിരിക്കണം. അപ്പം മറ്റുള്ളവരുടെ സമയവും വിലയുള്ളത് തന്നെയാണ്. അവർ നമ്മളെ കാത്തിരിക്കാൻ ഇടവരരുത്. അന്നലയിൽ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ക്രെഡിബിലിറ്റി, സമയത്തിന് എത്തിയില്ലെങ്കിൽ അതൊരു നാണക്കേടാണ്. ഒരുപക്ഷെ വേദിയിൽ നിങ്ങളെക്കുറിച്ച് 1000 നാവുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അതുകൊണ്ട് ചോർന്നു പോകുന്നുണ്ട് എന്ന് പറയാം. അപ്പം മറ്റുള്ളവർ നിങ്ങളെ ഇയാളെ വിശ്വസിക്കാം, ഇയാളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ബോധം മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ കഴിയുന്നത്, അങ്ങനെയാണ് കാലം നമ്മളെ മഹാത്മാവാക്കുക. നമ്മൾ സമയത്തെ ആദരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നമ്മിൽ ട്രസ്റ്റ് വളരും. അങ്ങനെ വളരുന്ന സമയത്ത് നമ്മൾ മഹാത്മാവാകുന്നു എന്ന് പറയാം. അങ്ങനെയാണ് സമയത്തെ നമ്മൾ ആദരിച്ചാൽ കാലം നമ്മളെ ബഹുമാനിക്കാൻ പോകുന്നത് എന്നർത്ഥം.